വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം നിലനിൽക്കെ നടന്ന 24 അഭിപ്രായ സർവേയിലും കേരളത്തിൽ ആധിപത്യം UDFന് തന്നെയെന്ന് പ്രവചനം. UDFന് കുറഞ്ഞത് 10 സീറ്റും പരമാവധി 12 സീറ്റും നേടുമെന്നാണ് ലീഡ് കോളേജുമായി ചേർന്ന് നടത്തിയ സർവേയിൽ 24 ന്യൂസ് അഭിപ്രായപ്പെടുന്നത്. LDFന് കുറഞ്ഞത് 8 സീറ്റും പരമാവധി 10 സീറ്റും NDAക്ക് പരമാവധി 2 സീറ്റുമാണ് ലഭിക്കാൻ സാധ്യതയെന്നും സർവേ പ്രവചിക്കുന്നു. ഇടുക്കി, ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇത്തവണ വലിയ അട്ടിമറി ഉണ്ടാകുമെന്നും സർവേ വിലയിരുത്തുന്നു. ഓരോ മണ്ഡലത്തിലെ അടിസ്ഥാനമുള്ള സർവേ ഫലം ഇങ്ങനെയാണ്. കാസർഗോഡ് UDFിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ അട്ടിമറി വിജയം നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. ഉണ്ണിത്താന് 43%, ഇടത് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന് 41%, പിന്തുണയാണ് സർവേ പ്രവചിക്കുന്നത്. NDAയുടെ രവിശതന്ത്രിക്ക് 14% പിന്തുണയാണ് ഉള്ളത്. ശക്തമായ മത്സരമാണ് കണ്ണൂരിലെന്നാണ് സർവേയിൽ വ്യക്തമാകുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഇടത് സ്ഥാനാർത്ഥി PK ശ്രീമതി കണ്ണൂരിൽ ജയിക്കുമെന്നാണ് സർവേയുടെ അഭിപ്രായം. ശ്രീമതിക്ക് 47%, സുധാകരന് 43% പിന്തുണയാണ് സർവേയിൽ ഉള്ളത്. ഏറെ ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന വടകരയിൽ LDFന് തന്നെയാണ് മേൽക്കൈ. LDFന് 44%, UDFന് 42%, NDAക്ക് 10% എന്നിങ്ങനെയാണ് സർവേ ഫലം. വയനാട്ടിൽ UDF സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് ദേശീയ അധ്യക്ഷന് വലിയ വിജയമാണ് സർവേ പ്രവചിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് 56%, പിന്തുണ ലഭിക്കുമെന്നാണ് സർവേ കണ്ടെത്തുന്നത്. ഇടത് സ്ഥാനാർത്ഥി സുനീറിന് 30% പേർ മാത്രമാണ് വിജയം പ്രവചിച്ചിരിക്കുന്നത്. ഒളിക്യാമറ വിവാദങ്ങളൊന്നും ബാധിക്കാതെ കോഴിക്കോട് MK രാഘവൻ വിജയിച്ചു കയറുമെന്നാണ് സർവേ കണ്ടെത്തൽ. രാഘവന് 40%, CPMന്റെ A പ്രദീപ് കുമാറിന് 39% വോട്ടും നേടുമെന്നാണ് പ്രവചനം. NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് KV പ്രകാശ് ബാബുവിന് 18% വോട്ട് ലഭിക്കുമെന്നും സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നു. മലപ്പുറം ഇത്തവണയും ലീഗ് കോട്ടയായി തന്നെ നിലനിൽക്കും. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിക്ക് 52% വോട്ടുകൾ ലഭിക്കും. LDFന്റെ VK സാനു 40% വോട്ടാണ് ലഭിക്കുക. പൊന്നാനിയിലും ലീഗ് കരുത്ത് നിലനിർത്തുമെന്നാണ് സർവേ ഫലം. ഇടതുപക്ഷത്തിന്റെ 38%-നെതിരെ 51% വോട്ടർമാരുടെ പിന്തുണയാണ് ET മുഹമ്മദ് ബഷീറിന് സർവേ പ്രവചിക്കുന്നത്. പാലക്കാട് ഇത്തവണയും MB രാജേഷിനൊപ്പം നിലനിൽക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. MB രാജേഷിന് 46% വോട്ടായിരിക്കും ലഭിക്കുക. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന് 32%, NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് 17% വോട്ട് ലഭിക്കും. ഇടതുകോട്ടയായ ആലത്തൂരിൽ ഇത്തവണയും PK ബിജു വിജയിക്കും. ബിജുവിന് 46%, UDFന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് 42% വോട്ട് വിഹിതമാണ് 24 ന്യൂസ് പ്രവചിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ TN പ്രതാപൻ വിജയിക്കുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത്. UDFന് 40%, ഇടതു മുന്നണിക്ക് 32%, NDAക്ക് 23%മാണ് തൃശൂരിന് ലഭിക്കുന്ന വോട്ട് വിഹിതം. ചാലക്കുടി ബെന്നി ബെഹനാനിലൂടെ ഇത്തവണ UDF തിരിച്ചുപിടിക്കും. ഇടത് സ്ഥാനാർത്ഥി ബെന്നി ഇന്നസെന്റിനെതിരെ 4%-ന്റെ മേൽക്കൈയാണ് UDF കൺവീനർ കൂടിയായ ബെന്നി ബെഹനാന് ഉള്ളത്. UDFന് 41%, LDFന് 37%, NDAക്ക് 17% എന്നിങ്ങനെയാണ് ചാലക്കുടിയിലെ സർവേ ഫലം. എറണാകുളത്ത് ശക്തമായ മത്സരം നടക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. സർവേ പ്രകാരം 39%-മാണ് UDFന് ലഭിക്കുക എന്ന് കരുതുന്നത്. 38% LDFനും 9% NDAക്കും ലഭിക്കും. ഇടുക്കിയിൽ ഇത്തവണ UDFന് അട്ടിമറി വിജയം നേടുമെന്ന് 24 ന്യൂസ് സർവേ പ്രവചിക്കുന്നു. 46% വോട്ടുകളാണ് UDF സ്ഥാനാർത്ഥിയായ ഡീനിന് ലഭിക്കുക. ഇടത് സ്വതന്ത്രൻ ജോയ്സ് ജോർജ് 38% വോട്ടോടെ രണ്ടാമതെത്തും. NDA സ്ഥാനാർത്ഥി ബിജു കൃഷ്ണന് 9% വോട്ടുകൾ മാത്രമാണ് ലഭിക്കുക. കോട്ടയത്ത് ഇത്തവണയും UDFന് വലിയ വിജയം നേടിയേക്കുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത്. കോട്ടയത്ത് വോട്ട് വിഹിതത്തിൽ വലിയ വ്യത്യാസമാണ് സർവേ കാണിക്കുന്നത്. UDFന് 48%, LDFന് 24%, NDAക്ക് 23% എന്നിങ്ങനെയാണ് ലീഡ് നില. ശക്തമായ മത്സരം നടക്കുമെന്ന് ഏവരും കരുതുന്ന ആലപ്പുഴയിൽ പക്ഷേ LDFന്റെ AM ആരിഫിന് വ്യക്തമായ മുൻതൂക്കമാണ് സർവേ പ്രവചിക്കുന്നത്. AM ആരിഫിന്റെ വോട്ട് വിഹിതം 44%-മാണ്. UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാന് 38%, NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണന് 13%-മാണ് സർവേ പ്രവചിക്കുന്നത്. മാവേലിക്കരയിൽ വീണ്ടും കൊടിക്കുന്നിൽ സുരേഷ് വിജയിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. 41% വോട്ടുകളാവും കൊടിക്കുന്നിൽ സുരേഷിന് ലഭിക്കുക. 38% വോട്ടുകളുമായി ചിറ്റയം ഗോപകുമാർ രണ്ടാമതും 19% വോട്ടുകളുമായി തഴവ സഹദേവൻ മൂന്നാമതും എത്തുമെന്നാണ് സർവേയുടെ അഭിപ്രായം.
24 ലീഡ് കോളേജും നടത്തിയ അഭിപ്രായ സർവേയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ടയിൽ ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജിന് നേരിയ മുൻതൂക്കമുണ്ട് എന്നാണ് പ്രവചനം. വീണ ജോർജിന് 33% വോട്ട് ലഭിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് 32%, NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് 30% എന്നിങ്ങനെയാണ് വോട്ട് വിഹിതം. ഇതുവരെയുള്ള കണക്കുകൂട്ടലിൽ നിന്ന് വ്യത്യസ്തമായി കൊല്ലത്ത് LDFന് നേരിയ മുൻതൂക്കമാണ് സർവേ പ്രവചിക്കുന്നത്. LDFന് 43% വോട്ട് ലഭിക്കും. UDFന് ലഭിക്കുക 42% വോട്ടുകളായിരിക്കും. അതേസമയം NDAക്ക് 10% വോട്ടും ലഭിക്കും. ആറ്റിങ്ങലിൽ ഇത്തവണയും ഇടത് കോട്ടയായി തന്നെ തുടരും. UDFിലെ അടൂർ പ്രകാശിനേക്കാൾ വ്യക്തമായ മുൻതൂക്കമാണ് സിറ്റിംഗ് MP-യും ഇടത് സ്ഥാനാർത്ഥിയുമായ A സമ്പത്തിന് ഉള്ളത്. സമ്പത്തിന് 41% വോട്ട് വീതം ലഭിക്കുമ്പോൾ അടൂർ പ്രകാശിന് 35% പിന്തുണയാണ് ഉള്ളത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലമായ തിരുവനന്തപുരത്ത് 3 മുന്നണികളും തമ്മിൽ ശക്തമായ മത്സരം നടക്കുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ ഇടത് സ്ഥാനാർത്ഥി C ദിവാകരന് നേരിയ മുൻതൂക്കം സർവേ പ്രവചിക്കുന്നു. LDFന് 32.56%, NDAക്ക് 32.36% വോട്ടുകളും ലഭിക്കുമ്പോൾ UDFന് ലഭിക്കുക 30.13%. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.